ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ബൈക്കിന്റെ കോൾഡ് സ്റ്റാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, ബാറ്ററി എങ്ങനെ മാറ്റുന്നതെന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആഴ്ച നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്പാർക്ക് പ്ലഗ് എങ്ങനെ മാറ്റുന്നത്, അങ്ങനെ ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോൾഡ് സ്റ്റാർട്ട് പാർട്ട് 1 കാണാത്തവരൊക്കെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ സ്പാർക്ക് പ്ലഗ്. ഫസ്റ്റ് നമ്മൾ വണ്ടിയുടെ കീ എല്ലാം ഓഫ് ചെയ്തിട്ടിട്ട് വേണം ഇത് ഊരാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. പ്ലഗ് ഊരിപ്പോരും. അതിനുശേഷം ഇത് നമ്മൾ ഒരു പ്രത്യേകതരം സ്പാനറുണ്ട്, അതിട്ടിട്ട് വേണം ഊരാൻ. ഇതാണ് നമ്മൾ സ്പാർക്ക് പ്ലഗ് ഊരാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പാനർ. ഇത് ജസ്റ്റ് ഇടുക. ശേഷം നമ്മൾ പ്ലെയറോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും സ്പാനറോ ഇട്ടിട്ട് തിരിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഊരിപ്പോരും. പ്ലഗ് നമ്മൾ 1 വർഷം ഒക്കെ കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു 5000-10000 കിലോമീറ്റർ കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപാട് കരിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കരിയൊക്കെ മാറിക്കിട്ടും. അപ്പം നമുക്ക് വണ്ടി പെട്ടെന്ന് മിസ്സിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. വണ്ടിക്ക് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് മെയിനായിട്ടും ഇതുപോലെ പ്ലഗിൽ കരി പറ്റി ഇവിടെ സ്പാർക്കിങ് കറക്റ്റായിട്ട് നടക്കാതെ വരുമ്പോഴാണ് മിസ്സിങ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ടാപ്പറ്റ് നോയ്സൊക്കെ വന്നു തുടങ്ങും ഈ സ്പാർക്ക് പ്ലഗിൽ കരി പറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മൾ എന്തെങ്കിലും എൻജിനിൽ നിന്ന് നോയ്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ പ്ലഗ് ഊരി ചെക്ക് ചെയ്യണം. ഇതാണ് ഇപ്പം അത്യാവശ്യം കരി പറ്റിയിട്ടുണ്ട്. ഒരു 500 കിലോമീറ്റർ പോലും ആയിട്ടില്ല, അപ്പോഴേക്കും ഇത്രയും കരിയൊക്കെ ആയിട്ടുണ്ട്. ഇത് വലിയ പ്രശ്നമില്ല, പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കരിയാവും. അപ്പോഴാണ് ഇതിൻ്റെ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്റ്റാർട്ട് ചെയ്യാൻ ട്രബിൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇത് ഉരച്ചു കൊടുക്കും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് കരി പിടിച്ച് കറുത്തൊക്കെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഉരച്ചു കൊടുക്കണം. കുറച്ചെടുക്കുമ്പോൾ കരിയൊക്കെ മാറി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ്, ഈ ഒരു ചെറിയ ഗ്യാപ്പിലാണ് സ്പാർക്ക് ഉണ്ടാകുന്നത്, ഈ ഒരു ഗ്യാപ്പിൽ. അപ്പോൾ ഇത് ഫുള്ള് കരി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ സ്പാർക്ക് ഉണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി മിസ്സിങ് ഉണ്ടാകുന്നതും സ്റ്റാർട്ടിങ്ങിന് ട്രബിൾ ഉണ്ടാകുന്നതും വണ്ടിക്ക് ടാപ്പ് നോയ്സ് പോലത്തെ ഒരു നോയ്സൊക്കെ ഉണ്ടാകുന്നതൊക്കെ. ഇപ്പോൾ ഫസ്റ്റ് ടാപ്പറ്റ് നോയ്സ് പോലെ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ നമ്മളിതാണ് പ്ലഗ് അഴിച്ചിട്ട് വേണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പം പുതിയ പ്ലഗാണ്, അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ തന്നെ തിരിച്ചിടുവാണ്. ഈ പ്ലഗിനാകെ 100 രൂപ മാത്രമേ വിലയുള്ളൂ. അപ്പം
അവൈലബിൾ ആണെങ്കിൽ പുതിയത് മേടിച്ചിടുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. കുറച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വീണ്ടും കരി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു എഡ്ജിൽ പോറലൊക്കെ വീണിട്ട് പെട്ടെന്ന് തന്നെ പോറലെല്ലാം കരി കയറി പിടിക്കും. അപ്പം വീണ്ടും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് മാറ്റിയിടാൻ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും 100 രൂപ 150 രൂപ വിലയിലൊക്കെ നമുക്കിത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് മാറ്റിയിടുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ ഒരുപാട് ടൈറ്റ് ചെയ്ത് വെക്കരുത്. അപ്പോൾ നമുക്ക് അഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല ഇവിടെ നടന്നു പോരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അഴിക്കുന്നത്. പ്രോപ്പർ ടൂളല്ലാതെ ഇവിടെയൊക്കെ ഇപ്പം നമ്മൾ സ്പാനറൊക്കെ ഇട്ട് പിടിക്കുക അല്ലെങ്കിൽ പ്ലെയറൊക്കെ ഇട്ട് പിടിക്കുകയാണെങ്കിൽ ഒടിഞ്ഞു പോരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പ്രോപ്പറായിട്ടുള്ള ടൂൾ മാത്രം ഇട്ട് ഉപയോഗിക്കുക. ലാസ്റ്റ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഇച്ചിരി ബലത്തിൽ അങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കാം. സെറ്റായിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ.